എല്ലാവരും ഇങ്ങോട്ട് നോക്കി. കുഞ്ഞനന്തൻ CPM-ന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളാണോ? അല്ല, അതിപ്പോ കേസ് ഹൈക്കോടതിയിലേക്ക് വരാൻ വേണ്ടി പോകുന്നുണ്ടല്ലോ. ഓ ഏമാനായിരുന്നോ? സലാമുണ്ട്, ഞാൻ അറിഞ്ഞില്ല. ഈ ഉത്തരവാദിത്തപ്പെട്ടവരെല്ലാം വെറുതെ വിട്ടല്ലോ. ഉത്തരവാദിത്തപ്പെട്ടവരെല്ലാം വെറുതെ വിട്ടല്ലോ എന്ന് ചോദിക്കുന്നത് കുഞ്ഞനന്തൻ വളരെ കൃത്യമായി ഇവിടെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. നീ അങ്ങോട്ടാണ് ഈ തള്ളിക്കറി വരുന്നത്, അങ്ങോട്ട് ഇറങ്ങിക്കടാ. കുഞ്ഞനന്തൻ CPM-ന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളാണ്. സഖാവ് കുഞ്ഞനന്തൻ CPM-ന്റെ ഏരിയ കമ്മിറ്റി മെമ്പറാണ്. ആർക്കാണ് അറിയാത്തത്? പക്ഷെ ഇവിടെ വിഷയം ഉത്തരവാദിത്തപ്പെട്ട ആളല്ല. ഉത്തരവാദിത്തപ്പെട്ടവരെയൊക്കെ ഒഴിവാക്കി. കുഞ്ഞനന്തൻ നിരപരാധിയാണെന്ന് തന്നെയാണ് പാർട്ടി കണ്ടെത്തിയിട്ടുണ്ട്. ബാക്കി ഹൈക്കോടതിയിൽ അപ്പീൽ പോയിട്ടുണ്ടല്ലോ. പക്ഷേ പോലീസിന്റെ ചില കണ്ടെത്തലുകൾ ശരിയാണ്. കാരണം KC രാമേന്ദ്രൻ കുറ്റക്കാരനാണ്. അതിൽ അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ ശരിയാണ്. കോടതി ശിക്ഷ വിധിച്ചത് ശരിയാണ്. പാർട്ടി കണ്ടെത്തി കഴിഞ്ഞു. പോലീസ് സംഘം നിങ്ങൾ ഈ കുറ്റപ്പെടുത്തുന്ന പോലീസ് സംഘമാണല്ലോ KC രാമേന്ദ്രനും ജീവപര്യന്തം വാങ്ങിക്കൊടുത്തത്. അത് ശരിയാണ്. രാമേന്ദ്രന്റെ കാര്യം ശരിയാണ്. ഈ കൊലയാൾപ്പെടുത്തിയ ആളുകളുടെ കാര്യം ശരിയാണ്. പക്ഷെ കുഞ്ഞനന്തന്റെ കാര്യം ശരിയല്ല. അല്ല, നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? പാർട്ടി അന്വേഷിച്ച് ഇവിടെ നേരത്തെ ചില ആളുകൾ പറഞ്ഞതുപോലെ പിണറായി വിജയനെയും മറ്റു ചിലരെയും ഒക്കെ തന്നെ കുറ്റക്കാരാണെന്ന് കുറ്റം ചെയ്യാതെ തന്നെ കണ്ടെത്തി നടപടി എടുക്കണമെന്നാണ് നിങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കാൻ വേണ്ടി പോകുന്നില്ല. ഞങ്ങൾ വളരെ സത്യസന്ധമായിട്ട് തന്നെയാണ് ഇത് അന്വേഷണം നടത്തിയിട്ടുള്ളത്. അങ്ങനെയൊന്നും ഞങ്ങൾ ആഗ്രഹിച്ചിട്ടില്ല. ശ്രീ ജയശങ്കർ, ഈ വിഷയത്തെ അങ്ങനെയാണോ കാണേണ്ടത്? മടിയിൽ കനമില്ലാത്തത് കൊണ്ട് CPM KC രാമേന്ദ്രനെ പുറത്താക്കി, കണ്ടെത്തൽ വെളിപ്പെടുത്തി. ഇതിൽ മറ്റെന്തൊക്കെയോ പ്രതീക്ഷിച്ച് അവർ കുറ്റപ്പെടുത്താൻ വന്നിരിക്കുന്നു. ഇതിലും വലിയ പല വിഷയങ്ങൾ വന്നപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, ഇത് ഏത് ഷെർലക് ഹോംസ് ആണ് ഈ അന്വേഷണം നടത്തിയത്? ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഏത് ഷെർലക് ഹോംസ് ആണ് ഈ അന്വേഷണം നടത്തിയത്? നിങ്ങളുടെ പാർട്ടി ജനറൽ സെക്രട്ടറി എഡിൻബറോയിൽ കമ്മ്യൂണിസം പഠിച്ചായിട്ട് നമുക്കറിയാം. അദ്ദേഹം സ്കോട്ട്ലൻഡ് യാർഡിൽ പോയി കുറ്റാന്വേഷണം പഠിച്ചിട്ടുള്ള ആളാണെന്ന് പറയൂ. ഞങ്ങൾ സമ്മതിക്കാൻ തയ്യാറാണ്. ഞങ്ങൾ കൈയടിച്ച് പാസ്സാക്കാൻ തയ്യാറാണ്. ഇതാരാണ് അന്വേഷിച്ചത്? എവിടെയാണ് അദ്ദേഹത്തിന്റെ റിപ്പോർട്ട്? എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ രാമേന്ദ്രനെ മാത്രം കുറ്റക്കാരനാണെന്ന് വിധിച്ചത്? ഇത് ഞാനൊരു കാര്യം പറയട്ടെ റിയാസ്, ഇവിടെ രസകരമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സഖാവ് പിണറായി വിജയന്റെ വീടിരിക്കുന്ന ബൂത്തിൽ മുല്ലപ്പള്ളി രാമേന്ദ്രന് 71 വോട്ട് കൂടുതൽ കിട്ടിയത് മറക്കണ്ട. ഈ നാട്ടിലെ ജനങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള നിങ്ങളുടെ റിപ്പോർട്ട് കണ്ടിട്ട് അത് അതേപടി കൈയടിച്ച് പാസ്സാക്കാൻ മാത്രം പോഴന്മാരോ പോങ്ങന്മാരോ ഒന്നുമല്ല കേരളത്തിലെ ആളുകൾ. പിന്നെ നാണക്കെടുത്തി അവരിത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ വരുന്ന തെരഞ്ഞെടുപ്പാണ് അടുത്ത് വരുന്നത്. ഏപ്രിൽ 11 അംഗീകരിക്കാതെ ഇരിക്കാൻ ഇവിടെ ഒരു രക്ഷമില്ല. അതുകൊണ്ട് ഈ രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ വെല്ലുവിളികളൊന്നും ആളുകളൊന്നും നടത്തണ്ട. പറയാൻ അനുവദിക്കുമെങ്കിൽ പറയാം. ഹലോ, അല്ല ഞാൻ പറഞ്ഞോട്ടെ, അഡ്വക്കേറ്റ് ജയശങ്കർ ആരാ? ഞാൻ നിന്റെ തന്ത, ഇവരൊക്കെ നിന്റെ മറ്റു തന്തമാര്. സ്വന്തം അയൽവാസിക്ക് ഒരു പ്രശ്നമുണ്ടായപ്പോലും ഇടപെടാതെ സന്ധ്യാസമയത്ത് ചാനൽ ചർച്ചയിൽ മാത്രം വരുന്ന ലക്ഷണമൊത്ത മാടമ്പി സ്വഭാവമുള്ള ജയശങ്കറിന് കൃത്യമായ അജണ്ട ഉണ്ടാവും. എന്നിട്ട് അജണ്ട CPM-ന്റെ ചില നേതാക്കന്മാർ ജയശങ്കർ ഉദ്ദേശിക്കുന്നത് പോലെ ഇടപെടുന്നില്ലെങ്കിൽ അവരെ ശരിപ്പെടുത്താനുള്ള അജണ്ട ഉണ്ടാവും. അതിന്റെ ഭാഗമായി നാവിന് എല്ലില്ലാത്തത് കൊണ്ട് എന്നും വിളിച്ചു പറയുന്ന ജയശങ്കർ ആരാന്നൊക്കെ എല്ലാവർക്കും അറിയാം. കഷ്ടം.